സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 29-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേര് ഇട്ടു. നോഹ ജനിച്ചപ്പോൾ നോഹയുടെ അപ്പനായ ലാമേക്ക് വളരെ സന്തോഷിച്ചു, വലിയ പ്രതീക്ഷ പുലർത്തി. ആശ്വാസത്തോടെ പറഞ്ഞു, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. ശാപഗ്രസ്തമായ ഭൂമിയിൽ ഈ കുഞ്ഞുണ്ടായി. പക്ഷേ ഈ കുഞ്ഞ് ശാപകരമായ ഈ ഭൂമിയിൽ അനുഗ്രഹം പകരുന്നവനായി തീരും എന്ന് അപ്പൻ സമാശ്വാസം പ്രകടിപ്പിച്ചു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ്
അവന് നോഹ എന്ന് പേരിട്ടു. നോഹയുടെ ജനനത്തിൽ തന്നെ വലിയ പ്രതീക്ഷയാണ്, മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമാണ്. സമൂഹം മുഴുവൻ അധപ്പതിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ജനസമൂഹമെല്ലാം തിന്മയിലേക്ക് തിരിയുന്നൊരു കാലയളവ്, നാശയോഗ്യരായിത്തീരുന്നൊരു കാലഘട്ടം. അന്ന് ഈ ശാപകരമായ ഭൂമിയിൽ, ദൈവം ശപിച്ചതായി ഈ ഭൂമിയിൽ ഇവൻ നമുക്ക് ആശ്വാസമായി തീരും എന്ന് നോഹയെക്കുറിച്ച് മാതാപിതാക്കൾ പ്രതീക്ഷിച്ചു. അങ്ങനെ നോഹ എന്ന് പേരിട്ടു, ആശ്വസിപ്പിക്കുന്നവൻ, ഇവൻ ആശ്വാസദായകനായി തീരും എന്ന്. നാം കഴിഞ്ഞ ചില അവസരങ്ങളിൽ നോഹയെക്കുറിച്ചും അതിനു മുൻപ് ഹാനോക്കിനെക്കുറിച്ചും ചിലതെല്ലാം ചിന്തിക്കുകയുണ്ടായി. ഈ പൂർവ്വ പിതാക്കന്മാരുടെ ജീവിതം നാം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പകർത്താനുണ്ട്, നമുക്ക് അനുഭവങ്ങൾ ലഭിക്കും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, നോഹയെക്കുറിച്ച് വായിക്കുന്നതും നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്നാണ്. ജീവിതത്തിൽ ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു മനുഷ്യനായി തീരുന്ന മഹാഭാഗ്യം അനുഭവിക്കുന്നവരാണ് ആശ്വാസത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി തീരുന്നത്, ആശ്വാസം പകരുന്നവരായി തീരുന്നത്, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരായി തീരുന്നത്. ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ നാം മൂലം നമ്മുടെ മാതാപിതാക്കൾക്ക് ആശ്വാസം ലഭിക്കും, നമ്മുടെ മക്കൾക്ക് ആശ്വാസം ലഭിക്കും, നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് ആശ്വാസം ലഭിക്കും, നാം മൂലം സമൂഹത്തിന് ആകമാനം ആശ്വാസം ലഭിക്കും, മറ്റെല്ലാവർക്കും ആശ്വാസം കൊടുക്കുന്നവരായി നാം തീരും. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവരെ ഭാഗ്യവാന്മാരാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉള്ളവരെന്നല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ലോകത്ത് രണ്ട് തരം ആളുകളേ ഉള്ളൂ, സമാധാനം ഉണ്ടാക്കുന്നവരും സമാധാനം നശിപ്പിക്കുന്നവരും. പ്രോബ്ലം മേക്കേഴ്സ് ആൻഡ് പ്രോബ്ലം സോൾവേഴ്സ്. പ്രശ്നം ഉണ്ടാക്കുന്നവരും പ്രശ്നം പരിഹരിക്കുന്നവരും. എല്ലാ ഭവനങ്ങളിലും ഇത് കാണാം, നമ്മുടെ എല്ലാ വീടുകളിലും കാണാം. പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്, പ്രശ്നം പരിഹരിക്കുന്നവരുണ്ട്. പലപ്പോഴും വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും കലഹവും തർക്കവും വാഗ്വാദവും പരസ്പരം പോരടിക്കലും പരസ്പരം ശാപവും പ്രാക്കും, കുടുംബത്തിൽ ആകമാനം അലങ്കോലപ്പെട്ട അനുഭവവുമായി വലയുന്ന കുടുംബങ്ങളിൽ, അപ്പോൾ അവിടെ ഒരാൾ സമാധാനം കൊടുക്കുന്നവനായി തീരുക, സമാധാനം ഉണ്ടാക്കുന്നവനായി തീരുക എന്ന് പറഞ്ഞാൽ എന്തൊരു അനുഗ്രഹമാണത്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നാം സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവനാണോ? സമാധാനം ഉണ്ടാക്കുന്നവനാണോ ഞാൻ? അതോ ഞാൻ സമാധാനം കെടുത്തുന്നവനാണോ? സമാധാനം നശിപ്പിക്കുന്നവനാണോ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഞാൻ ഒരു കാരണവശാലും സമാധാനം നശിപ്പിക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എൻ്റെ വീട്ടിൽ, ഞാൻ പ്രവർത്തിക്കുന്നിടത്ത്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, എൻ്റെ ഓഫീസിൽ, അതല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനത്തിൽ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു പ്രോബ്ലം മേക്കർ ആവുകയില്ല, പ്രശ്നം ഉണ്ടാക്കുന്നവനാകുകയില്ല. ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും, ഞാൻ പ്രശ്നം പരിഹരിക്കുന്നവനായിരിക്കും. നോഹയുടെ ജനനത്തിങ്കൽ അപ്പൻ പറഞ്ഞു, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. എന്തൊരു ഭാഗ്യം! ആ അപ്പൻ്റെ ആശ മുഴുവൻ നിറവേറ്റുവാൻ നോഹയ്ക്ക് കഴിഞ്ഞു. ആ തലമുറയിൽ നോഹ അനുഗ്രഹീത പുരുഷനായി നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ തലമുറയിൽ ഒരു ചുരുങ്ങിയ കാലമല്ലേ നമ്മുടെ മുന്നിലുള്ളൂ, വളരെ ചുരുങ്ങിയൊരു കാലം. ഈ കുറഞ്ഞ കാലം നാം മൂലം അനേകർക്ക് ആശ്വാസം ലഭിക്കട്ടെ, നാം മൂലം അനേകരുടെ ഉള്ളിൽ തണുക്കട്ടെ, നാം മൂലം അനേകരുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതം മൂലം
അനേകർ ദൈവരാജ്യത്തിൽ എത്തുവാൻ ഇടയായി തീരട്ടെ. അനേകർ നിത്യജീവൻ പ്രാപിക്കാൻ ഇടയായി തീരട്ടെ. നമ്മുടെ ഓരോ വാക്കും മൂലം, നമ്മുടെ ഓരോ പ്രവൃത്തിയും മൂലം, നമ്മുടെ ഓരോ പ്രയത്നവും മൂലം, നമ്മുടെ ഓരോ കാഴ്ചപ്പാടും മൂലവും അനേകർക്ക് ആശ്വാസം ലഭിക്കുവാൻ നാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയാകട്ടെ. നോഹയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. നോഹയുടെ കാര്യം ചിന്തിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് നോഹ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യവും 7-ാം അധ്യായം 1-ാം വാക്യവും നമുക്ക് വായിക്കാം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. 7-ാം അധ്യായം 1-ാം വാക്യവും കൂടെ വായിക്കാം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. നോഹയെക്കുറിച്ച് ദൈവം പറയുകയാണ്, നിന്നെ ഈ തലമുറയിൽ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ ഒരു നീതിമാനായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ദൈവം കാണുന്നത് അങ്ങനെയാണ്. അവിടെ ഒരു പ്രത്യേക പ്രയോഗം നമുക്ക് കാണാം. നോഹ നീതിമാനായി ദൈവം കണ്ടിരിക്കുന്നെന്നാണ്. എന്താണ് നീതിമാനാകുക എന്ന് പറഞ്ഞാൽ? നമുക്ക് സാധാരണഗതിയിൽ അറിയാം, ജെൻറ്റിൽമാൻലി ആയിരിക്കും, ഒരു മാന്യതയുള്ളവനായിരിക്കും, സൗമ്യതയുള്ളവനായിരിക്കും, സ്നേഹമുള്ളവനായിരിക്കും, മര്യാദയുള്ളവനായിരിക്കും, വളരെ നീതിബോധമുള്ളവനായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദപുസ്തകം പറയും, 14-ാം സങ്കീർത്തനം 1-ാം വാക്യവും 53-ാം സങ്കീർത്തനം 1-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്ക് കാണാം നീതിമാനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണെന്ന്. നമുക്ക് വായിക്കാം. 14-ാം സങ്കീർത്തനം 1-ാം വാക്യവും 53-ാം സങ്കീർത്തനം 1-ാം വാക്യവും. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. തുടർന്ന് വായിക്കാം. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല. നന്മ ചെയ്യുന്നവനില്ല. ഒരുത്തൻ പോലുമില്ല. ഒരുത്തൻ പോലുമില്ല. നീതിയേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? നീതിയോട് പ്രവർത്തിക്കുന്നവരെ ആരും അറിയുന്നില്ലയോ? നീതിമാനില്ല, നന്മ ചെയ്യുന്നവനില്ല. 53-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ ഇത് തന്നെ, ഇതേ സങ്കീർത്തനം തന്നെ ആവർത്തിക്കുകയാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതിയേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ആരുമില്ല നന്മ ചെയ്യുന്നവനായിട്ട്. പക്ഷേ ദൈവം പറയുന്നു, ദൈവം ഈ തലമുറയിൽ നീതിമാനായി നോഹയെ കണ്ടു എന്ന്. നീതിമാനായിട്ട് ആരുമില്ലെന്നാണ് തിരുവചനം പറയുന്നത്. വായിക്കാം. നീതിമാൻ ആരുമില്ല. നീതിമാൻ ആരുമില്ല. ഒരുത്തൻ പോലുമില്ല. ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല. ഗ്രഹിക്കുന്നവനില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല. ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ആയി തുറന്നാൽ ശവക്കുഴി തുറക്കുമ്പോൾ വരുന്നത് പോലെ ദുർഗന്ധം വമിക്കുന്നതായ വാക്കുകൾ, മ്ലേച്ഛമായ വാക്കുകൾ, രണ്ടർത്ഥമുള്ള വാക്കുകൾ, നുണ പറയുന്ന വാക്കുകൾ, വഞ്ചിക്കുന്ന വാക്കുകൾ, ചതിക്കുന്ന വാക്കുകൾ, കുറ്റം പറയുന്ന വാക്കുകൾ, മറ്റുള്ളവരെ ദുഷിക്കുന്ന വാക്കുകൾ, ഏറ്റവും ഹീനമായ പദങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം ഇങ്ങനെ വായിൽ നിന്ന് വരുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. നാവുകൊണ്ട് അവർ ചതിക്കുന്നു. നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. സർപ്പവിഷം മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുക മാത്രമല്ല, കുത്തി കൊല്ലുന്ന വാക്കുകൾ, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. യാകുന്ന വാക്കുകൾ, ശപിക്കുന്ന വാക്കുകൾ, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരുവാൻ ബദ്ധപ്പെടുന്നു. കാല് രക്തം ചൊരിയുവാൻ ബദ്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. വഴികളിലൊക്കെയും നാശമുണ്ട്, അരിഷ്ടതയുമുണ്ട്. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ദൈവഭയമില്ല. ഇങ്ങനെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് തിരുവചനം പറയുന്നു. ഒന്നുകൂടി വ്യക്തമായിട്ട് കർത്താവിന്റെ വചനം പറയുന്നു. റോമർ 3:23 ഒരു വ്യത്യാസവുമില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ തേജസ് ഇല്ല. എല്ലാവരും പാപം ചെയ്തു പോയി. ഒരു വ്യത്യാസവുമില്ല. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ല. എല്ലാവരും പാപികളാണ്.
ആരും നീതിമാനായിട്ടില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവിടെ ധനിവനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ല, വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഭേദമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യൻ്റെ അനുഭവത്തിൽ മനുഷ്യൻ പാപിയാണ് എന്ന് തിരുവചനം പറയുന്നു. എല്ലാവരും. മനുഷ്യൻ പാപം ചെയ്യാത്തപ്പോഴും അവൻ പാപിയാണ്. പാപത്തിൻ്റെ വാക്ക് പറയാത്തപ്പോഴും അവൻ പാപിയാണ്. പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്യാത്തപ്പോഴും അവൻ പാപിയാണ്. പാപത്തിൻ്റെ ചിന്ത വരാത്തപ്പോൾ പോലും മനുഷ്യൻ പാപിയാണ്. കാരണം മനുഷ്യൻ്റെ സ്വഭാവം പാപമുള്ളതാണ്, മനുഷ്യൻ്റെ പ്രകൃതി പാപമുള്ളതാണ്, സിൻഫുൾ നേച്ചറാണ്, പാപമയമായ പ്രകൃതിയാണ്, പാപത്തിൻ്റെ സ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെല്ലാവരും പാപികളാണ്. അങ്ങനെയുള്ളതായ പാപിയായ മനുഷ്യനുള്ള ഈ ലോകത്ത് ദൈവം ഒരാളെ നീതിമാനായി എണ്ണി, നീതിമാനായി ഈ ദൈവം കണക്കാക്കുകയാണ്. ഞാൻ ഈ തലമുറയിൽ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? വളരെ വ്യാപകമായ അർത്ഥമുണ്ടതിന്. മനുഷ്യൻ നീതിമാനല്ല, എന്നാൽ ദൈവം അവനെ നീതിമാനെന്ന് കണക്കാക്കുകയാണ്. ദൈവം അങ്ങനെ പരിഗണിക്കുകയാണ്. നീതിമാനല്ല, ഞാൻ നീതിമാനല്ല, ഞാൻ സ്വതവേ ഞാൻ നീതിയുള്ളവനല്ല, സ്വതവേ ഞാൻ പാപമുള്ളവനാണ്, സ്വതവേ നീതി കെട്ടവനാണ്. മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. ആരും നീതിമാനില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ ദൈവം മനുഷ്യനെ നീതിമാനെന്ന് കണക്കാക്കുകയാണ്, നീതിമാനെന്ന് പരിഗണിക്കുകയാണ്. ദൈവം മനുഷ്യൻ നീതിമാനെന്ന് റെക്കൺ ചെയ്യുകയാണ്. ദൈവം മനുഷ്യൻ നീതിമാനെന്ന് കണക്കാക്കിയെടുക്കുകയാണ്. അങ്ങനെ ദൈവം അങ്ങനെ കണക്ക് കൂട്ടുകയാണ്, നീതിമാനെന്ന് പരിഗണിക്കുകയാണ്. എങ്ങനെയാണത്? അതെങ്ങനെയാണ് എന്ന് റോമർ ലേഖനം 3:23 തുടർന്ന് വായിക്കുമ്പോൾ കാണാം. 3:23 മുതൽ തുടർന്ന് വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടും. സൗജന്യമായ നീതീകരണം. മനുഷ്യൻ്റെ നന്മ പ്രവൃത്തി കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥനയുടെ മേന്മ കൊണ്ടല്ല ഞാൻ നീതിമാനാകുന്നത്, എൻ്റെ മനോഗുണ പ്രവൃത്തി കൊണ്ടല്ല ഞാൻ നീതിമാനാകുന്നത്, എൻ്റെ സ്വഭാവ ശ്രേഷ്ഠത കൊണ്ടല്ല ഞാൻ നീതിമാനാകുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും ആർക്കെങ്കിലും ഉപകാരം ചെയ്യുന്നത് കൊണ്ടല്ല നീതിമാനാകുന്നത്, ഞാൻ ഉപവാസം എടുക്കുന്നത് കൊണ്ടല്ല ഞാൻ നീതിമാനാകുന്നത്, ഞാൻ ഏതെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്താലും ഞാൻ നീതിമാനാകയില്ല. ബൈ ബർത്ത്, ജന്മന തന്നെ ഐ എം സിൻഫുൾ, ഞാൻ പാപമാണ്. ഐ എം സിൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ഞാൻ പാപത്താൽ സംഘടിക്കപ്പെട്ടവനാണ്, പാപത്താൽ നിർമ്മിക്കപ്പെട്ടവനാണ്, പാപത്താൽ നിയമിക്കപ്പെട്ടവനാണ്, പാപത്താൽ നിർമ്മിക്കപ്പെട്ടവനാണ്, പാപത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. പാപമാണ്, ആകമാനം പാപമാണ്. ഇതാ ഞാൻ അകത്യത്തിൽ ഉരുവായി, ജന്മനാ തന്നെ ഞാൻ പാപിയാണ്. ഞാൻ ഉരുവാകുമ്പോൾ തന്നെ ഞാൻ പാപിയാണ്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഗർഭം ധരിക്കുന്നത് പാപമാണെന്നാണ്. അല്ല, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണെന്നാണ്. ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ നീതി കെട്ടവനാണ്. ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ പാപിയാണ്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അമ്മ പാപം ചെയ്തുകൊണ്ടല്ല എന്നെ ഗർഭം ധരിച്ചത്. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയായി തീർന്നിരിക്കുകയാണ്. പാപമാണ് എന്നിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇത് എളുപ്പം മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ മനോഭാവത്തിൽ പാപം ലയിച്ച് കിടക്കുന്നത് കാണാം. നാം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മുടെ ആളത്വത്തിൽ അഹന്ത ലയിച്ച് നിൽക്കുന്നുണ്ട്, നമ്മുടെ ആളത്വത്തിൽ സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്നുണ്ട്, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ സ്വന്തം മനോഭാവത്തിൽ ഞാൻ എന്നുള്ള ഭാവമുണ്ട്. എന്നെ ആളുകൾ കണക്കാക്കണം, എന്നെ ആളുകൾ പരിഗണിക്കണം, എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണം, എന്നെ മറ്റുള്ളവർ മാനിക്കണം, എന്നെ മറ്റുള്ളവർ പരിഗണിക്കണം, എന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു കരുതൽ വേണം, എൻ്റെ അഭിപ്രായം ചോദിക്കണം, എൻ്റെ ഇഷ്ടം നടക്കണം, എനിക്ക് എൻ്റെ ഇങ്ങനെ എന്നിൽ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ മനോഭാവം പുലരുന്നത്. സുവിശേഷകന്മാർ പോലും, പ്രിയപ്പെട്ടവരെ, ഈ ഞാൻ എന്നുള്ള സ്വയത്തിൽ നിന്ന് വിമോചനമുള്ളവരല്ല. അനേകം ദൈവമക്കൾ ഓരോരുത്തരും ചിന്തിച്ചാൽ കാണാം, ഞാൻ എന്ന് പറയുന്ന ആ ഇഗോയുടെ ഭീകരമായ അടിമത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്ന ഒരു ഇഗോ, സ്വയം, സെൽഫ് എന്ന് പറയും, ഇഗോ എന്ന് പറയും.
ഞാൻ എന്ന ഭാവം, ഈ ഞാൻ എന്ന ആ ഭാവമാണ് മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാറിയിട്ട് അവിടെ ക്രിസ്തു വരുന്നതാണ് നീതീകരണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്ന എൻ്റെ ആ സ്ഥാനത്ത് ഞാൻ മാറിയിട്ട്, ഞാൻ മരിച്ചിട്ട്, ഞാൻ ക്രൂശിക്കപ്പെട്ടിട്ട് അവിടെ ക്രിസ്തു വരുന്നതാണ് വാസ്തവത്തിൽ നീതീകരണം എന്ന് പറയുന്നത്. അതാണ് ജസ്റ്റിഫിക്കേഷൻ, അതാണ് റൈച്ചിയസ്നെസ്, അതാണ് നീതീകരണം, അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാനായ ഇയ്യോബ് പണ്ട് സങ്കടത്തോട് ചോദിച്ചു, മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെയെന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാം, രണ്ടിടത്ത് ഇയ്യോബ് ചോദിക്കുന്നുണ്ട്, മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? മനുഷ്യന് ദൈവസന്നിധിയിൽ നീതിമാനാകാൻ പറ്റുമോ? ഇയ്യോബ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇയ്യോബ് എന്ന നിഷ്കളങ്കനായ ദൈവദാസൻ ചോദിക്കുകയാണ്, മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ആർക്കും നീതിമാനാകാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരുവനെ നീതീകരിപ്പാൻ ദൈവം തീരുമാനിക്കുന്നു. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ ഓരോരുത്തരെയും, നീതികെട്ടവരായി നിങ്ങളെ ഓരോരുത്തരെയും, നീതി ഇല്ലാത്തവരായ നിങ്ങളെ ഓരോരുത്തരെയും, പാപം മാത്രമായി നിങ്ങളെ ഓരോരുത്തരെയും നീതീകരിക്കാൻ കർത്താവായ യേശുക്രിസ്തു നീതികെട്ടവനെ പോലെ കുരിശിൽ മരിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇത് വളരെ ലളിതമായൊരു കാര്യമാണ്. അതാണ് റോമലേഖനം തുടർന്ന് വായിക്കുമ്പോൾ കാണാം, അവൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്രയും നീതീകരിക്കപ്പെടുന്നു. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് എനിക്ക് ചെയ്യാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, യേശുക്രിസ്തു തൻ്റെ തിരുരക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുരിശിന്മേൽ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു തൻ്റെ തിരുരക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അത് മാത്രമേ പോംവഴിയുള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്ത് നീതിമാനായി തീരുകയില്ല. ഞാൻ പ്രാർത്ഥിച്ച് നീതിമാനായി തീരുകയില്ല. ഞാൻ മനോഗുണ പ്രവർത്തികൾ ചെയ്ത് നീതിമാനായി തീരുകയില്ല. ഞാൻ ജാഗരിച്ച് നീതിമാനായി തീരുകയില്ല. ഞാൻ എന്തെല്ലാം ചെയ്താലും ഞാൻ നീതികെട്ടവൻ തന്നെ. എന്നാൽ എനിക്ക് വേണ്ടി ഒരാൾ ക്രൂസിൽ മരിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒരാൾ എൻ്റെ പാപം ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ നീതികേടെല്ലാം ഒരാൾ തൻ്റെ മേൽ ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ നീതികേടെല്ലാം യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. നമ്മുടെ നീതികേടെല്ലാം യേശുവിൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ മേൽ ഇമ്പോസ് ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നീതികേട് യേശുവിൻ്റെ മേൽ ചുമത്തിയതുകൊണ്ട്, യേശു അത് വഹിച്ചതുകൊണ്ട്, അതുകൊണ്ടാണ് യേശു നീതികെട്ടവനെ പോലെ കുരിശിൽ മരിച്ചത്. യേശു നീതികെട്ടവനായതുകൊണ്ടല്ല. യേശു പരിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. യേശു പരിശുദ്ധന്മാരിൽ പരിശുദ്ധനാണ്. യേശു നിത്യപരിശുദ്ധനാണ്. യേശു നിത്യ തേജോമയനാണ്. എന്നാൽ യേശുക്രിസ്തു എൻ്റെ പാപം ഏറ്റെടുത്തു. സ്നേഹിതരെ, നിങ്ങളുടെ പാപം ഏറ്റെടുത്തു. യേശുവിൻ്റെ മേലെല്ലാ പാപവും വഹിച്ചു. അതുകൊണ്ട് പാപത്തിന് ശിക്ഷയുണ്ട്, പാപിക്ക് ശിക്ഷയുണ്ട്. ആ ശിക്ഷ, ഞാൻ ഏൽക്കേണ്ട ശിക്ഷ യേശു ഏറ്റെടുത്തു. അതുകൊണ്ട് യേശു എനിക്ക് പകരമായി കുരിശിൽ മരിച്ചു. തന്മൂലം എന്നെ മോചിപ്പിച്ചു. അങ്ങനെ എന്നെ നീതിമാനാക്കി തീർത്തു. ഇതാണ് നീതിമാനെന്ന് മുദ്ര കുത്തുന്നത്, നീതിമാനെന്ന് കണക്കാക്കുന്നത്, നീതികെട്ടവനെ നീതീകരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി വിശ്വസിക്കൂ, എൻ്റെ കർത്താവേ, നോഹ ആ തലമുറയിൽ നീതിമാനെന്ന് ദൈവം പരിഗണിച്ചു. ഈ തലമുറയിൽ എന്നെ ഒരു നീതിമാനായി നീ പരിഗണിക്കണമേ കർത്താവേ. എൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാണാൻ എൻ്റെ ഉൾക്കണ്ണൊന്ന് തുറക്കണമേ. എൻ്റെ പാപമെല്ലാം വഹിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ എൻ്റെ അകക്കണ്ണുകളെ തുറക്കണമേ. കരുണയുള്ള കർത്താവേ, ക്രിസ്തു എൻ്റെ പാപം വഹിച്ചു എന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു വെളിവ് തരണമേ കർത്താവേ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണത്. എനിക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണങ്ങൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, ദൃഷ്ടാന്ത കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവേ. ഇന്നും എനിക്ക് വേറൊന്നും കേൾക്കണ്ട. എനിക്കൊരു കാര്യം നീ ചെയ്തു തന്നാൽ മതി. പണ്ട് നീ പരിശുശ്രൂഷ ചെയ്ത് നടന്ന കാലത്ത് നീ കണ്ണുകൊണ്ടിന് കാഴ്ച കൊടുത്തല്ലോ. അതുപോലെ കർത്താവേ, ഇപ്പോൾ നീ മനസ്സലിഞ്ഞ് എൻ്റെ അരികത്ത് വന്ന് എനിക്കൊരു അകക്കാഴ്ച തരണമേ. എൻ്റെ ഉള്ളത്തെ കാണാനൊരു കാഴ്ച തരണമേ കർത്താവേ. ഞാൻ നീതി കെട്ടവനെന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു കൃപ തരണമേ. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി ക്രിസ്തു ക്രൂസിന്മേൽ പാപം വഹിച്ചു എന്ന് വിശ്വസിക്കാനുള്ള ഒരു എളിമ എനിക്ക് തരണമേ. യേശു എൻ്റെ പാപം മുഴുവൻ വഹിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ പാപങ്ങളെല്ലാം ക്രിസ്തുവിനെ ചുമത്തപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, എനിക്ക് മോചനം തരുവാൻ നീ എൻ്റെ പാപം വഹിച്ചു എന്ന് വിശ്വസിപ്പാനുള്ള ഒരു നൽവരം എനിക്ക് തരണമേ. അതിനായിട്ട് ഒരു കണ്ണുകാഴ്ച എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവ് കണ്ണുകാഴ്ച തരും. നിങ്ങളുടെ അകത്ത് കർത്താവ് വെളിവ് തരും. നിങ്ങളിങ്ങോട്ട് കടന്നു വന്നതുപോലല്ല,
പോലല്ല, നിങ്ങൾ ഈ വാക്ക് കേൾക്കാൻ വന്നിരുന്നത് പോലല്ല. എന്നാൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കർത്താവ് വെളിച്ചം വീശിത്തരും. യേശുക്രിസ്തുവിൻ്റെ ദിവ്യപ്രഭാവം, യേശുക്രിസ്തുവിൻ്റെ ദിവ്യപ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രകാശം വന്നിട്ട് നിങ്ങളുടെ കണ്ണ് കർത്താവ് തുറന്നു തരും, അകക്കണ്ണ് തുറന്നു തരും. മാനസദൃഷ്ടി പ്രകാശിക്കും, ഹൃദയദൃഷ്ടി പ്രകാശിക്കും എന്നാണ് വചനം പറയുന്നത്. ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അയ്യോ ഞാൻ പാപിയാണെങ്കിലും എൻ്റെ പാപം യേശു വഹിച്ചല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഒരു ബുദ്ധി കൊണ്ട് പഠിക്കാനല്ല, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനാണ് പറയുന്നത്. ബുദ്ധി കൊണ്ട് പഠിക്കാൻ പറ്റുകയില്ല, ബുദ്ധിയിൽ മനസ്സിലാവുകയുമില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മനസ്സിലാവുകയില്ല. കൂട്ടിയും കഴിച്ച് നോക്കാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കണക്ക് കൂട്ടി നോക്കാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിന്തിക്കാമെന്നേ ഉള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ നിങ്ങൾ എളിമയോടെ വിശ്വസിക്കുക. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി നീ കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ, ആത്മീയം എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, ഞാൻ ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് പറയാറുള്ളതാണ്, കർത്താവ് എനിക്കൊരു കാര്യം മാത്രം അറിയാം, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം അറിയാം, ഞാനൊരു പാപിയാണെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഞാൻ പറയും, കർത്താവേ, എനിക്കൊരു കാര്യം കൂടി അറിയാം, നിനക്ക് എന്നോട് വലിയ സ്നേഹമാണെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ രണ്ടറിവ് നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ അറിവിലേക്ക് കടക്കാം. എൻ്റെ പാപം വഹിച്ച് നീ കുരിശിൽ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മോചിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, എത്ര സന്തോഷമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, എത്ര സൗഭാഗ്യകരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ആടിപ്പാടി ദൈവത്തെ സ്തുതിക്കാം, ആരവാരത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പാപം വിട്ടുമാറി നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതുവരെ നിങ്ങൾ തോറ്റുകൊണ്ടിരുന്ന പാപങ്ങളിന്മേൽ നിങ്ങൾക്ക് ജയം നേടാം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ജയം തരുമെന്നാണ് പറയുന്നത്. കർത്താവ് നിങ്ങൾക്ക് കൃപ തരും. നിങ്ങൾക്ക് ജയിച്ച് പോകാൻ പറ്റും. ഒരു പാപവും നിങ്ങളെ അലട്ടുകയില്ല. പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഒന്നും നിങ്ങളെ അലട്ടുകയില്ല, ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങളുടെ പാപം നിങ്ങൾ തെറിച്ചു പോകും, നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ അത്ഭുതപ്പെടും. എങ്ങനെ ഈ കോപം മാറി, എങ്ങനെ അശുദ്ധ ചിന്തകൾ മാറി, എങ്ങനെ ഈ മലിന വികാരങ്ങൾ മാറി. കർത്താവേ, പണ്ട് എപ്പോഴും മ്ലേച്ഛതകൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന എനിക്ക്, എപ്പോഴും ഒരു കാരണവുമില്ലാതെ കോപിച്ചുകൊണ്ടിരുന്ന എനിക്ക്, എപ്പോഴും വിറഞ്ഞു കോപിക്കുന്ന പ്രകൃതം ഉണ്ടായിരുന്ന എനിക്ക് എങ്ങനെയാണ് ഇത് മാറിയത്? നിങ്ങൾ പോലും അത്ഭുതപ്പെടും. അത്ഭുതകരമായ രൂപാന്തരം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ ഹൃദയം സ്വച്ഛമായി തീരും, ഹൃദയം സുന്ദരമായി തീരും, ഹൃദയം സമാധാനമുള്ളതായി തീരും. അപ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറും. പ്രിയപ്പെട്ടവരെ, ഹൃദയം ശുദ്ധമാകുമ്പോൾ, പാപക്കറകൾ കഴുകുമ്പോൾ, പാപങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗം പോലും മാറുമെന്നാണ് ഈ പറയുന്നത്. പാവം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ശരീരത്തിലെ രോഗം പോലും മാറും. നിങ്ങൾക്ക് സൗഖ്യം കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നോഹ തലമുറയിൽ നീതിമാനായിരുന്നു. ഈ തലമുറയിലെ നീതിമാന്മാരാകാൻ ക്രിസ്തു നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രിസ്തു ക്രൂശിൽ മരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ രക്തങ്ങളെ കഴുകുകയാണ്. തിരക്തത്താൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കൂ, തിരക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിക്കൂ. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കൂ. ക്രിസ്തുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, യേശുവേ, ഞാൻ ഇന്നു മുതൽ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥ, നീതികെട്ടവരെ നീതീകരിക്കുന്ന തിരുരക്തത്തിൻ്റെ അത്ഭുത കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.